ഇതാണിപ്പോൾ ഫസ്റ്റ് നേരം വെളുത്തപ്പോൾ പുറത്തിറങ്ങി എനിക്കെടുക്കാൻ പറ്റിയ ആദ്യത്തെ ഒരു വീഡിയോ. അത്രയും സ്ഥിതിഗതികൾ. ഇതാണ് ഹൈസ്കൂൾ. സ്കൂളുകളൊക്കെ മൊത്തം പോയിക്കണം. ഇതാണ് സ്കൂളൊക്കെ മൊത്തം പോയി, എല്ലാം പോയി. സ്കൂളൊക്കെ ഒലിച്ചു പോയി. ചൂരൽമല സ്കൂളാണ് ഈ കിടക്കുന്നത്. ഇത് മൊത്തം പോയിക്കണതാക്കണേ. ഇത് മൊത്തം എല്ലാം പോയി. ഇതാ സ്കൂളിൻ്റെ ഇതിൽ കൂടെയാണ് വെള്ളം വരുന്നത്. അയ്യോ, എത്രയോ വീടുകളാണല്ലോ ദൈവം പോയിക്കണേ. അയ്യോ അയ്യോ, ഇതാണ് നമ്മളെ മുണ്ടക്കായ് ഇപ്പൊ പൊട്ടിയിട്ടുള്ള അവസ്ഥ. ഇതാണിതാ അനവധി ആളുകൾ കുടുങ്ങി വല്ലാത്ത അവസ്ഥയിലാണ്, വല്ലാത്ത പ്രശ്നത്തിലാണ് അവിടെ ഉള്ളത്. വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു, എത്ര മരണം സംഭവിച്ചു എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാകുന്നില്ല. ഇതിനകം 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തകർന്നഴിഞ്ഞ വീടുകൾ, വഴിമാറിപ്പോകുന്ന പുഴകളുമൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ ദുരന്തമുഖത്തെ വലിയ കാഴ്ച എന്നുള്ളതാണ്. ജനങ്ങളൊക്കെ വല്ലാത്ത ഭീതിയിലാണ്. ഒറ്റപ്പെട്ട ആളുകളുണ്ട്. ബന്ധുക്കളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഒരുപാട് ജനങ്ങളുടെ ഒരു വലിയ ദുരന്തമുഖമായി വയനാട് മാറുന്നു എന്നുള്ളതാണ്. മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിലാണ് ഈ വലിയ കനത്ത ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരും എന്നുള്ള വിവരം തന്നെയാണ് അവിടെ നിന്നും രക്ഷാപ്രവർത്തകരടക്കം പങ്കുവെക്കുന്നത്. അപകടത്തിൽ ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വൻതോതിൽ കുന്നുകൂടി കിടക്കുകയാണ് മരത്തടികളും ചെളിയും മാലിന്യങ്ങളും മറ്റും. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ നിന്നുള്ള ദൃശ്യം, ഈ സംഭവം അത് വല്ലാത്ത ഭീതിജനകമായ ദൃശ്യം തന്നെയായി മാറുന്നുണ്ട്. ഒരു വലിയ പ്രദേശം മുഴുവൻ, ഒരു വലിയ മേഖല മുഴുവൻ 10, 400, 500 കുടുംബങ്ങൾ താമസിക്കുന്നത്, 1500, 2000 ആളുകൾ താമസിക്കുന്ന പ്രദേശമൊട്ടാകെയാണ് ഒലിച്ചു പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് വലിയ തോതിലുള്ള ദുരന്തം, അതിന് വ്യാപ്തി വല്ലാതെ കൂട്ടുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. ടി സിദ്ദീഖ് അടക്കമുള്ള MLA മാർ, ജനപ്രതിനിധികൾ അവിടെയുണ്ട്. പക്ഷെ അവർക്കും നിസ്സഹായരായി അവർ നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം ഒരു പാലം ഏതാണ്ട് പൂർണ്ണമായും തകർന്നതിനാൽ തന്നെ ഈ മറുകരയിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഒരുപാട് വാഹനങ്ങൾ, അനവധി വാഹനങ്ങൾ തകർന്നു. ഡാൻ മന്ത്രി പറയുന്നത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നുള്ളതാണ്. പക്ഷെ അതെങ്ങനെ, ഈ പറഞ്ഞ ഹെലികോപ്റ്റർ സഹായമില്ലാതെ ഈ ഒറ്റപ്പെട്ടവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെ എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. ഏത് തരത്തിലാണ് ഇപ്പോൾ സർക്കാർ ഈ വലിയ ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ പോകുന്നത്? രഞ്ജിത്ത്, നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഴ തന്നെ, നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറുന്നത്. എന്തായാലും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എയർഫോഴ്സിന്റെ 2 ഹെലികോപ്റ്ററുകൾ എത്തിച്ച് കൽപ്പറ്റയിലേക്ക് വൈകാതെ തന്നെ ഈ ഹെലികോപ്റ്ററുകൾ എത്തും. അതിനുശേഷം ഇതിന്റെ വ്യാപ്തി സംബന്ധിച്ച കൃത്യമായ ഒരു ധാരണ ഉണ്ടായതിനു ശേഷം ഈ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് ദുരന്ത നിവാരണ സേനയുടെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ തയ്യാറാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അവിടെ നിന്ന് എയർ ലിഫ്റ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക എന്നാണ്. പക്ഷേ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തുള്ള ആളുകൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലങ്ങളിലേക്കും മാറരുത്, അവിടെ തന്നെ കൃത്യമായി തുടരണം. ഇപ്പോൾ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ജില്ലാ കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിലേക്ക് എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറണമെന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ദുരന്ത നിവാരണ സേനയുടെ SDMAയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ്. അവിടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ കൺട്രോൾ റൂമിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവലോകനം നടത്തും. അതിനുശേഷമായിരിക്കും മന്ത്രി K. രാജനും മുഹമ്മദ് റിയാസും ഉൾപ്പെടെയുള്ളവർ വിമാനമാർഗത്തിൽ അവിടേക്ക് എത്തുക. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഓറക്കേലവും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് നിലവിൽ അവിടെ തുടരുകയാണ് എന്നാണ് റവന്യൂ മന്ത്രി അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ വലിയൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേ ജാഗ്രതയോടെ തന്നെയാണ് സംസ്ഥാന സർക്കാരും ഈ വിഷയത്തെ നോക്കിക്കാണുന്നതാണ് അദ്ദേഹം അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ ദുരന്തമുഖത്താണ്. കാരണം 5 ഈ പ്രദേശങ്ങളിലെ, ഈ മലബാർ മേഖലയിലെ, വടക്കൻ മേഖലയിലെ 5 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അതിശക്തമായ മഴ, കോഴിക്കോട്ടടക്കമൊക്കെ അതിശക്തമായ മഴയുണ്ട്. വയനാട്ടിലും 2 ദിവസമായി കനത്ത മഴയായിരുന്നു. ഒരു ദുരന്തം ഏത് നിമിഷവും സംഭവിക്കാമെന്നുള്ള ഭീതിയിൽ തന്നെയായിരുന്നു നാട്ടുകാരും മറ്റും. ഇന്നലെ മുതൽ തന്നെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള പഞ്ചായത്ത് പ്രതിനിധികൾ, ഈ പ്രദേശ വാർഡ് പ്രതിനിധികൾ അടക്കമുള്ളവർ ഈ രക്ഷാമേഖലയിലായിരുന്നു. വെള്ളപ്പൊക്കമുണ്ടായി, പുഴകൾ നിറയുന്ന അവസ്ഥയുണ്ടായി. ഇതിനിടയിലാണ്
അസാധാരണമാം വിധം രാത്രിയോടുകൂടി വലിയ ശബ്ദമുണ്ടാവുകയും തുടർന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്തത്. പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ആദ്യ ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മരണസംഖ്യ കൂടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 4 മണിയോടെ 1 മണിക്ക് ആദ്യത്തെ ഉരുൾപൊട്ടൽ, 4 മണിയോടെ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. ഇങ്ങനെ തുടർച്ചയായി 3 ഉരുൾപൊട്ടലുകൾ അവിടെ സംഭവിക്കുകയാണ്. ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന നേരത്തെ ഈ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന സ്കൂളുണ്ട്. ഈ സ്കൂളിൽ, വീടുകളിൽ, കടകളിൽ ഇവിടെയൊക്കെ വെള്ളവും ചെളിയും നിറഞ്ഞ് അവിടെയൊന്നും വാസയോഗ്യമല്ലാതായി മാറി എന്നുള്ളതാണ്. 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. അതൊരു അനൗദ്യോഗിക കണക്കാണ്. 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു എന്നാണ് കണക്ക്. നിരവധി പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞു. കാരണം ഇതെല്ലാം ഈ കുത്തിയൊലിച്ച് വരുന്നത് മരത്തടികളും വൻമരങ്ങളും ഒപ്പം ചെളിയും കല്ലും മണ്ണും ഒക്കെ ചേർന്ന ഒരു വല്ലാത്ത അതിശക്തമായ ഒഴുക്കാണ്. ചൂരൽമല ടൗണിലെ പാലവും റോഡും, പ്രധാന റോഡും തകർന്നു. മുണ്ടക്കൈ അട്ടമല പ്രദേശത്തെ ഏക പാലമാണ് ഇത്. രാത്രി ആയതിനാലും പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാലും അപകടത്തിന്റെ വ്യാപ്തി പൂർണ്ണമായും വ്യക്തമല്ലാത്ത പശ്ചാത്തലമുണ്ട്. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ മുന്നിലുണ്ട്. NDRF സംഘത്തിന്റെ 20 സംഘം അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ നിസ്സഹായരാണ് എന്നുള്ളതാണ്. ഫയർഫോഴ്സിന്റെ ടീമുണ്ട്. ഒരു NDRF സംഘം കൂടി ഈ പ്രദേശത്തേക്ക് അല്പസമയത്തിനകം എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒറ്റപ്പെട്ട ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. വലിയ ശബ്ദമാണ് ഉണ്ടായത്. 2019 ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല നമുക്ക് ഓർമ്മയുണ്ട്. എത്ര ദുരന്തം, വലിയ ദുരന്തമായിരുന്നു. ആ പുത്തുമലയ്ക്ക് സമീപമാണ് ഈ മുണ്ടക്കൈ എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ആ പ്രദേശം മുഴുവൻ, ആ മുണ്ടക്കൈ എന്ന പ്രദേശം മുഴുവൻ ഇല്ലാതെ ആയി എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. മുണ്ടക്കൈയിലെ ഹോം സ്റ്റേയിൽ ഉണ്ടായിരുന്ന ഒഡീഷ സ്വദേശികളായ ഡോക്ടർമാരുടെ ഒരു സംഘമുണ്ടായിരുന്നു. അവരിൽ ഒരാളെ പരിക്കുകളോട് രക്ഷപ്പെടുത്തി. 2 പേരെ കാണാനില്ല എന്ന ദൗർഭാഗ്യകരമായ ഒരു വിവരം വരുന്നുണ്ട്. ഒഡീഷ സ്വദേശികളാണ് ഇവർ. ഇവരിൽ ഒരാൾക്ക് ഗുരുതരമായ പരിക്കുണ്ട്. മറ്റു 2 പേരെ കാണാനില്ല എന്നുള്ളതാണ്. അരമണിക്കൂറിനുള്ളിൽ സൈന്യം രക്ഷാപ്രവർത്തനത്തിലെത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. താൽക്കാലിക പാലം നിർമ്മിച്ച് മറുകരയിലുള്ളവരെ തിരിച്ചിപ്പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിന്റെ 2 അംഗ സംഘമാണ് അല്പസമയത്തിനകം അവിടെ എത്തുക. വ്യോമസേനയുടെ 2 ഹെലികോപ്റ്റർ സുളൂറിൽ നിന്നും 7:30 തിരിക്കും എന്നും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 33 പേരാണ് അനൗദ്യോഗികമായ കണക്ക്. അതിപ്പോൾ 50-ന് മുകളിലായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. ചികിത്സയിൽ കഴിയുന്നത് 50ഓളം ആളുകൾ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ്. വ്യോമസേനയുടെ ഒരു MI-17 ALH ഹെലികോപ്റ്ററുകളാണ് 7:30 വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം അത് അവിടെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാകുന്നത്. മേപ്പാടി ആശുപത്രിയിൽ മാത്രം 27 പേർ ഉണ്ട് എന്നുള്ള നിർണായകമായ വിവരവുമുണ്ട്. ഈ കൺട്രോൾ റൂം തുറന്നു. ആരോഗ്യവകുപ്പും ദേശീയ ആരോഗ്യ കേന്ദ്രവും ചേർന്നാണ് കൺട്രോൾ റൂം തുറന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ചാലിയാർ പുഴയിൽ, ഉരുൾപൊട്ടൽ തുടർന്ന് ചാലിയാർ പുഴയിൽ വൻതോതിലാണ് ഇപ്പോൾ ജലവിധാനം ഉയർന്നിരിക്കുന്നത്. വെള്ളിലമാട്, അമ്പിട്ടാൻ പോട്ടി, പോത്തുകല്ല് പോട്ടി, മച്ചിക്കൈ, പനംകയം ഏരിയകളിൽ വെള്ളം ഇരച്ചു കയറുകയാണ്. ഇവിടെ ഇരുകരകളിലും താമസിക്കുന്നവരെ ഇപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ 8 മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. താമരശ്ശേരി ചുരം വഴിയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുണ്ടക്കൈ രക്ഷാപ്രവർത്തനം സാമഗ്രികൾ എത്തിക്കുന്നതിനായി ചുരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർ OR കേളുവും K രാജനും ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിലേക്ക് ഉടൻ പുറപ്പെടുമെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ എല്ലാ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള തീരുമാനത്തിൽ സർക്കാർ എത്തിയ പശ്ചാത്തലം കൂടി നമ്മളിതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ചാലിയാറിൻ്റെ ഈ മലപ്പുറത്ത് ചാലിയാറിൻ്റെ മുണ്ടേരി ഇരുട്ടുകുത്തിക്കടവിൽ 3 മൃതദേഹം കണ്ടെത്തി എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ചൂരൽമല ഭാഗത്തെ ഉരുൾപൊട്ടലിൽ കാണാതായവരുടേതാണ് ഈ മൃതദേഹങ്ങൾ എന്നാണ് ഇപ്പോൾ സംശയം. ഈ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ അഗ്നിരക്ഷാസേനയുടെ ഡിങ്കി ബോട്ടിലൂടെ മാത്രമേ അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിന് 2 അംഗ സംഘം അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യം കൂടി ചേർത്ത് വായിക്കണം. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം 60 പേർ മൊത്തം വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട് എന്നാണ്. ഇതിൽ 27 പേരും മേപ്പാടി ആശുപത്രിയിലാണുള്ളത്. മറ്റ് ആശുപത്രികളിലോ മറ്റുമായി 60 പേർ ചികിത്സയിലുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വലിയ ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ടതുണ്ട്. അവിടെ താൽക്കാലിക പാലം നിർമ്മിക്കുകയോ ഹെലികോപ്റ്ററുകൾ എത്തിക്കുകയോ ചെയ്തിട്ട് ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള അതിനിർണായകമായ ചുമതലകളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അപ്പോഴും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിനിർണായകമാണ്. ഇത് എത്ര പേർ കുടുങ്ങിക്കിടപ്പുണ്ട്, എത്ര മരണം സംഭവിച്ചിട്ടുണ്ട്, എത്ര പേരെ രക്ഷപ്പെടുത്താനുണ്ട് എന്ന കാര്യം
കാര്യത്തിലും നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏറെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മരണസംഖ്യ